ഹായ് ഗുഡ് മോർണിംഗ്. സൺഡേ രാവിലെ തന്നെ ആയിട്ടോ അധികം സൗണ്ട് കിട്ടാത്ത. ഇന്നിപ്പോൾ സൺഡേ ആണ്. സൺഡേ ഞങ്ങൾ ചിക്കൻ കറിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പുതിയ മൈക്കൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ പരീക്ഷണം. കുറേ കാലമായി ഞാൻ മൈക്കിന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് മൈക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ പോയിട്ട് അന്വേഷിച്ചൊക്കെ തരും. നല്ല വില ആയതുകൊണ്ട് വാങ്ങിക്കാതെ അങ്ങനെ തട്ടി മുട്ടി ഇങ്ങനെ നിന്നു. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ വലിയ അടുത്തമ്മ എനിക്ക് അത് ചെറിയച്ഛൻ അത് കൊടുത്തിട്ട് ആ മൈക്ക് എനിക്ക് തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് തന്നു. എന്താണ് വന്ന് നോക്കുന്നത്? ഇവിടേക്ക് വരും. സ്വകാര്യം കേട്ടിട്ട് എന്താണ് സ്വകാര്യല്ല, എന്താണ് നിങ്ങൾ ഓൾറെഡി എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അമ്മ നിന്റെ അമ്മയാണത്? അല്ല, എന്റെ കുഞ്ഞമ്മ. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അല്ല ഇവിടെ ചക്ക ഇരിപ്പുണ്ടല്ലോ, നമുക്കത് അതുകൂടി വെക്കാം, വൈകുന്നേരം ചായക്കും ഉച്ചയ്ക്ക് വേണമെങ്കിൽ ചോറിനും എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചക്കരിശ്ശേരി ആക്കാൻ വേണ്ടിയിട്ട് അമ്മ ചക്കയൊക്കെ വെട്ടിയിരിക്കുന്നു. അപ്പോൾ ആമി ആദ്യം വന്ന് നോക്കി, അമ്മേനെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ചുളയൊക്കെ ഇരിഞ്ഞെടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യാന്നും പറഞ്ഞിട്ട് പോയിട്ട് തേങ്ങ എടുത്തിട്ട് തിന്നാട്ടോ. തേങ്ങ ഇങ്ങനെ പൂണ്ടിട്ടൊന്നല്ല കഴിക്കണേ, പല്ല് വെച്ചിട്ടാണ് പൂണ്ട് കഴിക്കുന്നത്. ഞങ്ങളെ വീട്ടിലെ ചുണ്ടനെല്ലിനെ കാണണോ? ഇത് നോക്കൂ, ഇതാണ് ഞങ്ങളെ വീട്ടിലെ ചുണ്ടനെല്ലിക്കുട്ടി. ആമീനെ കാത്തുനിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അമ്മമ്മേൻ്റെ മുഴുവൻ എല്ലാം നന്നാക്കിയിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആമി വന്നിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു, അമ്മമ്മ നന്നാക്കി കഴിഞ്ഞോ, എല്ലാം നന്നാക്കിയോ, എന്തിനാ അമ്മമ്മ നന്നാക്കി, ഞാൻ വരൂലായിരുന്നോ എന്ന്. ചിക്കനിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അമ്മിയിലേക്ക് എടുത്തു കേട്ടോ. കറണ്ടിനെ നോക്കി നിന്നുണ്ടെങ്കിൽ മിക്സിയിലിടാൻ കഴിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം ആയിരിക്കും കറണ്ട് പോയതുകൊണ്ട് തരാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ അമ്മിയിലിട്ടിട്ട് അരക്കുകയാണ്. ഇങ്ങനെ കറണ്ട് ഇല്ലാത്ത സമയത്ത് മാത്രമേ ഈ അമ്മീൻ്റെ ഉപയോഗം വരാറുള്ളൂ. ഞാനിങ്ങനെ ചതയ്ക്കുമ്പോൾ ഇടയ്ക്ക് 2-3 വെളുത്തുള്ളിയൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നാലും ബാക്കിയുള്ളത് ഒരു വിധത്തിൽ അരച്ചെടുത്തു കേട്ടോ. അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ നേരെ കഴുകി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് കൊണ്ടുവന്നിട്ട് ഇട്ടു കേട്ടോ. അതുപോലെ ചിക്കൻ തന്നെ ഞാൻ 2 വിധത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കറി വെക്കാനും അതുപോലെ കുറച്ച് ഫ്രൈ ആക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ചിക്കൻ വറുത്തിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു അടി ഉറപ്പാണ്. അൻഷു മാമിയും ചോദിക്കും, എന്താ അമ്മേ ഇല്ലേ, എന്താ ചിക്കൻ എന്താ അമ്മ ഒന്നും ചെയ്യാഞ്ഞേന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ഒരു ചോദ്യം വരരുതല്ലോ, അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അതിനുള്ളത് മാറ്റി വെച്ചു. അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തു കേട്ടോ. രണ്ടിലും ആദ്യം പുരട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് വന്നിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ബാക്കി പണികളൊന്നും സൺഡേ ആയതുകൊണ്ട് എനിക്ക് വേറെയും കുറേ പരിപാടികളുണ്ട്. അപ്പം അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നു പോകണം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് പുരട്ടി വെച്ചു. ജ്യൂസ് ഇപ്പം നല്ല മാങ്ങ സീസൺ അല്ലേ, അതുകൊണ്ട് ഒരുപാട് മാങ്ങ കിട്ടാണ്ട് കേട്ടോ. അപ്പം നമുക്ക് അത് പുരട്ടി വെച്ചത് ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം. എന്തേ പോയില്ലേ? കേശുവിൻ്റെ അടുത്തേക്ക് പോകുന്ന പറഞ്ഞിട്ട് ജ്യൂസ് കുടിച്ചോക്ക്. തണുപ്പുണ്ട്. ദുബായിക്ക് വരെ ഓടിപ്പിക്കൂല. അത് കുടിച്ചോക്ക്, ടേസ്റ്റ് ഉണ്ട്, കുടിച്ചോക്ക്. മാങ്ങ ഉണ്ടായ മാങ്ങ കഴിക്കാത്ത ഒരാള്, മാങ്ങ ഇല്ലാത്ത സമയത്ത് അമ്മയെ എനിക്ക് മാങ്ങ 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 എന്ന് പറഞ്ഞിട്ട് നടക്കും. ചുങ്കത്തെ മാങ്ങ മാത്രമേ ഫ്രഷ് ആയിട്ടുള്ളൂ. ഇവിടെ എന്താ ഫ്രഷ് അല്ലേ അല്ലേ? ഞാൻ തിന്നട്ടെ തിന്നട്ടെ. എനിക്ക് പച്ചമാങ്ങ ഇഷ്ടം. കുമ്പേലെന്താ കുഞ്ഞു വാങ്ങണ്ടോ? ഇത് കുടിച്ചോക്ക്. അമ്മ അമ്മയുടെ കുമ്പേലുണ്ടോ കുഞ്ഞേറാട്ടെ?
എന്നെ കൂടി കൊണ്ടുപോകാൻ കുഞ്ഞാണ് എനിക്ക് കളിക്കായിരുന്നു. കളിക്കാൻ ആമിക്ക് എത്ര കുഞ്ഞുവാവകളുണ്ട് ഇവിടെ? കറണ്ട് എപ്പോഴാ വരാന്നാ ഞാൻ ആലോചിക്കണേ. നല്ല ചൂടാട്ടോ കറണ്ട് പോയിട്ട്. മഴ പെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇന്നലെ തന്നെ മഴ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ ഒരു കുറവില്ലേ. കറണ്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വരിക്കച്ചക്കയുടെ ഒന്ന് കളിച്ചു കൊടുത്താ കാണിച്ചു കൊടുത്താ. ആ വരിക്കച്ചക്കയുടെ ചൊള്ളക്കണ്ണക്കിന്റെ തൊട്ട് 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 വറുത്ത ചക്കയല്ല, വരിക്കച്ചക്കയുടെ. വരിക്കച്ചക്കയുടെ ചൊള്ളക്കണ്ണക്കിന് തൊട്ട് തൊടുത്തൊരു കല്യാണി, തൊട്ട് തൊടുത്തൊരു കല്യാണി. കൊടകരയില് കവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം, കണ്ടടി ഞാനൊരു മിന്നായം. അങ്ങനെ ഞാനിതാ ഉള്ളിയും തക്കാളിയൊക്കെ അരിയുന്ന കൂട്ടത്തില് ആമിയും വന്നിട്ട് അമ്മ കത്തിയും കൊണ്ട് താ ഞാൻ നന്നാക്കാന്നും പറഞ്ഞിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു കത്തിയാണ് ആമിയെ കൈ മുറിയെന്ന് പറഞ്ഞിട്ട് അതൊന്നും കേൾക്കാതെ അവക്ക് നന്നാക്കണം എന്ന് പറഞ്ഞിട്ട് തക്കാളി മുറിക്കാൻ നോക്കുകയാണ്. പക്ഷെ എത്രയൊക്കെ മുറിച്ചിട്ടും ആ തക്കാളി മുറിയുന്നില്ലായിരുന്നു. അവസാനം ഞാനൊന്ന് റെഡിയാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതാ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ആദ്യം എണ്ണയിലേക്ക് ഇട്ടു. അതിന് മുന്നേ നമ്മൾ കുറച്ച് ചെറുതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം ഉള്ളി ഇട്ടു, അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു, തക്കാളി ആ കൂട്ടത്തിലിട്ടു, പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി അതൊക്കെ കുറച്ച് കുറച്ചായിട്ട് പിന്നെയും ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഈ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത സമയത്ത് ഒന്ന് വേവായപ്പോൾ ചിക്കനും അതിലേക്ക് ഇട്ട് മസാല എല്ലായിടത്തേക്കൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തു. അങ്ങനെ ഞാൻ ഇന്ന് കുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ആമീനെയും കൂടെ കൂട്ടിയതുകൊണ്ട് തന്നെ ആമി ഉണ്ടായിരുന്നു കേട്ടോ ഒരു കൈസഹായത്തിന് എല്ലാ കാര്യങ്ങൾക്കും. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അമ്മേ നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് സ്മെല്ല് ലാസ്റ്റ് നോക്കാം, ടേസ്റ്റ് നമുക്ക് ലാസ്റ്റ് നോക്കാം, ആദ്യം ഇപ്പോൾ അത് നന്നായിട്ട് വേവട്ടെ എന്ന് പറഞ്ഞ് അടച്ചു വെച്ചു. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. കഴിഞ്ഞപ്പോഴേക്കും ഞാനിതാ പിന്നെ ചിക്കനൊക്കെ റെഡിയായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വറവും ഇട്ട് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആമിക്ക് 10 മണിയൊക്കെ ആയ സമയത്ത് ദോശ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ദോശയും ചിക്കൻ കറിയും കൊടുത്തു. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ, അത് നല്ല ആസ്വദിച്ചാണ് കഴിച്ചത്. അങ്ങനെ ഉച്ചയൊക്കെ ആയ സമയത്ത് ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് ചോറിനാൻ വന്നിരുന്നു. മുരിങ്ങേൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു, ചക്ക വെച്ചതും ഉണ്ടായിരുന്നു, ചിക്കൻ കറിയും പിന്നെ ചിക്കൻ പൊരിച്ചതും മാങ്ങയുടെ അച്ചാറും. അപ്പോൾ ഇതൊക്കെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാമേ.